സുഹൃത്തുക്കളെയും ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിലും ഹന്തചാരു കടാശമാലകൾ അർക്കരശ്മി നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. നമ്മളൊക്കെ നമ്മളുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് വലിയ ഒരു വിജയമായിരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഫാം ഫെസ്റ്റ് നടപ്പിലാക്കുന്നത്. നമ്മൾ ഏറ്റവും ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് ഈ യോഗത്തിന്റെ ആദ്യ യോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലോചനാ യോഗം തുടങ്ങിയപ്പോൾ മുതൽ മിക്കവാറുമുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ ഇവിടെ വരികയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആദ്യം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് 4 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി വകയിരുത്തിയിരുന്നത്. ആ 4 ലക്ഷം രൂപ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നടത്തിയ ഫാം ഫെസ്റ്റിനെ കുറിച്ച് വിശദമായിട്ട് പറയുകയും അതോടൊപ്പം ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി എപ്പോഴും ഇതിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച റെജി മാഡത്തെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ താഴെ ഫാം ഫെസ്റ്റും സ്റ്റാളുകളും ഒക്കെ കാണുന്നതിന് എത്തിച്ചേർന്നവരുണ്ട്. ഞാൻ അവരെല്ലാവരെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്കറിയാം ഈ ഫാം ഫെസ്റ്റ് പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ സാബു സാർ അതൊക്കെ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് അവിടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവേഷണങ്ങൾ നടക്കാറുണ്ട്, സെമിനാറുകൾ നടക്കാറുണ്ട്, ക്ലാസുകൾ നടക്കാറുണ്ട്. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഈ കേന്ദ്രങ്ങളിൽ വരികയും പഠനങ്ങൾ നടത്തുകയും അതുപോലെ ക്ലാസുകൾ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. കൃഷി വിദഗ്ധരായ ഒട്ടേറെ ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുന്നു. വളരെ നല്ല നിലയിലാണ്, അഭിമാനകരമായ നിലയിലാണ് ഇത് മുന്നോട്ട് കടന്നു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ജില്ലാ പഞ്ചായത്ത് മാത്രം പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം വിത്തുള്ള ഉത്പാദന കേന്ദ്രമാണ്. വിവിധ ചെടികൾ, നമുക്ക് ആവശ്യമുള്ള ചെടികൾ, വിത്തുകളൊക്കെ തന്നെയും ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ നിലയിൽ കണ്ടുപിടിച്ച വിത്തുകളും നമുക്കും ഒരു ഫാം ഫെസ്റ്റ് നടത്തിക്കൂടാ എന്ന് ആലോചിക്കുകയും അപ്പോൾ അങ്ങനെ പ്രോജക്റ്റ് വെക്കാൻ പറഞ്ഞത് ഫാം ഫെസ്റ്റിന് വേണ്ടി ഒരു പ്രോജക്റ്റ് വെക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് ഇതെങ്ങനെ നടത്തണം എന്നുള്ള ഒരാലോചനയുമായി മുന്നോട്ട് പോയപ്പോൾ വളരെ പേടിയോടുകൂടിയാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. നമ്മൾ ഇതെങ്ങനെ ആസൂത്രണം ചെയ്യും, ഇതെവിടെ തുടങ്ങും, എവിടെ അവസാനിപ്പിക്കും.
ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഏറ്റവും ബഹുമാനനായ MLA മോൻസ് ജോർജ് സാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആർദ്രമായി സ്വാഗതം. അടുത്തതായി ബഹുമാനരായ ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കാർഷികോത്സവം ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടികൾ വളരെ ഭംഗിയായി ഇവിടെ നടത്തുവാൻ നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തും നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ വിഭാഗങ്ങളും ഇക്കാര്യത്തിൽ വളരെ സജീവമായി നേതൃത്വം കൊടുത്തു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി CPN വാസവൻ അവരോട് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ തുടക്കത്തിൽ പങ്കെടുത്തതാണ്. ഇപ്പോൾ സമാപന സമ്മേളനം നടക്കുമ്പോൾ ഇന്ന് നിയമസഭാ സമ്മേളനം ഉണ്ടായിരുന്നതുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ കയറിയ ശേഷമാണ് പോരാൻ കഴിയുന്നതുകൊണ്ട് ഞാനത് കഴിഞ്ഞ ഉച്ചയ്ക്ക് തന്നെ പോവുകയും ചെയ്തു. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ഇതുപോലെ പ്രധാനപ്പെട്ട പരിപാടി നടക്കുമ്പോൾ ഈ സമാപന സമ്മേളനത്തിലും പങ്കെടുക്കേണ്ടത് എന്റെ കടമയാണെന്നുള്ളതുകൊണ്ട് കൃതജ്ഞത പറയാൻ പറഞ്ഞാലും ഞാനിവിടെ പറയും. എന്ത് ചെയ്യാൻ പറഞ്ഞാലും എൻ്റെ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ പ്രിയപ്പെട്ടവരുമായതുകൊണ്ട് അതെല്ലാം ചെയ്യുന്ന പതിവാണ് ഇവിടെ ഉള്ളത്. അതിനൊന്നും ഒരു വഴക്കുമില്ല. ഞാനൊരു ഭരണകക്ഷി MLA ആയിരുന്നെങ്കിൽ ഞാൻ വന്നിട്ടേ ബാക്കിയായി നടക്കൂ എന്ന് പറയേണ്ടതില്ലല്ലോ. അതും നമുക്ക് രാഷ്ട്രീയമായി മനസ്സിലാക്കാവുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ പ്രത്യേക അവസരത്തിൽ ബഹുമാനിക്കുകയും അവരെ ഞാൻ പ്രത്യേകം അവരുടെ രാഷ്ട്രീയ മാന്യതയെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ അവരെ വിളക്ക് മാറ്റിവെച്ച് MLA വരുമെന്ന് നോക്കട്ടെ, എന്നിട്ട് അതിനുശേഷം ഉദ്ഘാടനം ചെയ്യാം എന്ന് പറയാനുള്ള രാഷ്ട്രീയ അന്തസ്സ് അവർ കാണിച്ചു എന്നുള്ളത് ഏറ്റവും മാന്യമായ നടപടിയായി ഞാനതിനെ കരുതുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇക്കാര്യത്തിൽ വ്യക്തിപരമായി അവരുടെ ആ ഒരു ധാർമ്മിക ബോധത്തെയും മാന്യമായ രാഷ്ട്രീയ നിലപാടിനെയും പെരുമാറ്റം അടുത്തതായി ഒന്നും പിന്നിലല്ലെന്ന് തെളിയിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനം നേടി കടുത്തുരുത്തി ബ്ലോക്ക് വേണ്ട സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. എക്സിബിഷൻ സ്റ്റാളിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു കടന്തേരി ഗ്രാമം കടുത്തുരുത്തി. ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ട്സ് എന്ന കോൺട്രോളർ രണ്ടാം സ്ഥാനം ഹരിതാരവം 2K25 പേര് നിർദ്ദേശിച്ച ശ്രീമതി ശ്രീത പി. മൂന്നാം ദേവിവിലാസം കുറവിലെന്ന് സ്റ്റേറ്റിലോട്ടത്തിന്റെ മിടുക്കന്മാർ MP ബോയ്സ് സ്ഥാനം ഡൊണാൾഡ് സർ.
സെക്കൻഡറി വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം മേൽനോട്ടം ഒന്നാം സ്ഥാനം ഗൗതം കൃഷ്ണ. രണ്ടാം സ്ഥാനം അശ്വിൻ സുരേഷ്. അദ്ദേഹം ചേർത്തില്ല. കൃഷ്ണനായി ഗവൺമെന്റ് ടീച്ചർ തലയോലപ്പറമ്പ്. വിദ്യാർത്ഥികൾക്കുള്ള മൾട്ടിപ്പോൾ ഒന്നാം സ്ഥാനവും 2000 രൂപ ക്യാഷ് അവാർഡും അനന്തകൃഷ്ണൻ ആൻഡ് ടീം ഗവൺമെന്റ് ടീച്ചേഴ്സ് തലയോലപ്പറമ്പ്. ഒന്നാം സ്ഥാനം അനന്തകൃഷ്ണൻ ആൻഡ് ടീം. ഒരിക്കൽ കൂടി കൈയടിക്കാം. ഉണ്ണികൃഷ്ണൻ ടീം ഏറ്റുവാങ്ങുന്നു. അഭിനന്ദനങ്ങൾ ഉണ്ണികൃഷ്ണൻ ടീം VHSS ബ്രഹ്മമംഗലം. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ടീം സെന്റ് മേരീസ് HSS കുറവിലങ്ങാട്. അമൽ സി ഷാജുവിന്. രണ്ടാം സ്ഥാനം ഷെയർ ചെയ്തിരിക്കുകയാണ് മീനാക്ഷി BA സെന്റ് ജോസഫ് LPS പള്ളിപ്പുതുശ്ശേരി. രണ്ടാം സ്ഥാനം ഷെയർ ചെയ്തിരിക്കുന്നു മീനാക്ഷി BA സെന്റ് ജോസഫ് LPS പള്ളിപ്പുതുശ്ശേരി. ഒന്നാം സ്ഥാനം ഏഞ്ചൽ മരിയ സാബു സെന്റ് ജോർജ്